രാത്രിയാണ് കത്തിക്കണമെങ്കിലോ, ചൂട്ട് രാത്രി കത്തിച്ചാലോ പ്രകാശം കിട്ടും. അതായത് ഒരു കരിയില കത്തിയാൽ, ഒരു കമ്പ് കത്തിയാൽ, ഒരു തടിക്കഷ്ണം കത്തിയാൽ കുറെ ചാരം കിട്ടും, കുറെ പുക കിട്ടും, കൂടാതെ 2 ഊർജങ്ങൾ കൂടി കിട്ടും. ചൂടും കിട്ടും, വെളിച്ചവും കിട്ടും. ഈ കരിയിലയുടെ ഉള്ളിൽ ഈ ചൂടും വെളിച്ചവും എവിടുന്നാ വന്നേ? ഭൂമിയിലെ സകലമായ ഊർജത്തിന്റെയും ഉറവിടം ആരാണ്? സൂര്യൻ. ഈ കരിയില കത്തിച്ചപ്പോൾ 2 ഊർജങ്ങൾ നമുക്ക് കിട്ടി. അത് ഇവിടുന്ന് വന്നതായിരിക്കും, സൂര്യനിൽ നിന്നും വന്നതാണ്. സൂര്യനിൽ നിന്നും വന്ന സൗരോർജത്തെ ഈ സസ്യജാലങ്ങൾ പിടിച്ചെടുത്ത് അതിന്റെ ഇലയിലും തണ്ടിലും തടിയിലും അത് ശേഖരിച്ചു വെക്കുന്നു. ഈ കരിയില കത്തിക്കുന്നതിന് പകരം ഞാൻ മണ്ണിലേക്ക് ഇട്ടു, മണ്ണിൽ പൊടിഞ്ഞു ചേർന്നു. ആ ചൂടും വെളിച്ചവും എവിടെ പോകും? മണ്ണിലേക്ക് വരും. അതാണ് മണ്ണിന്റെ ജീവൻ എന്ന് നമ്മൾ പറയുക. ഒരു ചൈതന്യം, എനർജി, അത് മണ്ണിലേക്ക് എത്തും. ഈ ചൈതന്യം എന്തിലാണിത് സസ്യം ശേഖരിച്ചു വെക്കുക? ഇവിടെയാണ് പ്രധാനം. എവിടെയാണ് ശേഖരിച്ചു വെക്കുക? അത് കാർബൺ. നമ്മൾ കഴിക്കുന്ന അരി കാർബോഹൈഡ്രേറ്റ് ആണ്, ഗോതമ്പ് കാർബോഹൈഡ്രേറ്റ് ആണ്, സകല ഫലങ്ങളും സകലത്തിലും കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കും, കാർബൺ ഡയോക്സൈഡ് വെളിയിലേക്ക് കളയും. സസ്യജാലങ്ങൾ എവിടെ എന്തെടുക്കും? സസ്യജാലങ്ങൾ കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുത്തിട്ട് ആ കാർബൺ അവിടെ ശേഖരിക്കും, ഓക്സിജന് വെളിയിലേക്ക് കളയും. ആ കാർബണാണ് സൗരോർജം ശേഖരിച്ചു വെക്കുക. മണ്ണിലേക്ക് ഇല വീഴുമ്പോൾ മണ്ണിൽ ആ കാർബൺ എത്തി ആ ഊർജം അവിടെ ശേഖരിച്ചു വെക്കും. ആ മണ്ണിൽ നിന്നും മറ്റൊരു ചെടി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കും, നമ്മുടെ കാർബണിന്റെ കറക്കം. ഈ കാർബൺ കറക്കം ചെയ്താൽ മതി. ഇന്ന് മണ്ണിൽ ഇരിക്കേണ്ട കാർബൺ മുഴുവൻ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അന്തരീക്ഷത്തിൽ പോയിരിക്കണം. അപ്പൊ അന്തരീക്ഷത്തിലെ ചൂട് എവിടെ പിടിച്ചു വെക്കും? മണ്ണിൽ പിടിച്ചു വെക്കുമോ അതോ അന്തരീക്ഷത്തിൽ പിടിച്ചു? ആഗോള താപനമൊന്നും അലമുറയിട്ടിട്ട് കാര്യമുണ്ടോ? മണ്ണിലിരിക്കേണ്ട കാർബൺ മുഴുവൻ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അന്തരീക്ഷത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാർബണെ സസ്യജാലങ്ങളെ ഉപയോഗിച്ച് പിടിച്ചെടുത്ത് ആ കാർബണെ മണ്ണിലേക്ക് കൊണ്ടുവരിക. മണ്ണ് കറക്കും. കാർബൺ മണ്ണിലേക്ക് വരുമ്പോൾ കാർബൺ മാത്രമല്ല വരിക, സൗരോർജവും കൊണ്ടുവരും. ഒരു കരിയില പോലും കത്തിക്കരുത്. ജൈവകൃഷിയുടെ പ്രിൻസിപ്പിളില് നമ്പർ 1 ഓർഗാനിക് മാറ്റർ കത്തരുത്. കത്തപ്പോൾ എന്താ ചെയ്യുക? ഊർജം മുഴുവൻ വെളിയിലേക്ക് പോകരുത്. പോകാതെ അത് മണ്ണിലേക്ക് ചേരണം. ഈ ഒരൊറ്റ പ്രിൻസിപ്പിള് മണ്ണിലേക്ക് ഊർജം ശേഖരിക്കുക. ഊർജം പരമാവധി മണ്ണിലേക്ക് ശേഖരിക്കുക. ഒരു കരിയില പോലും കത്തരുത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആട് തിന്നുന്ന പച്ചില കാർബണാണ്, പശു തിന്നുന്ന പുല്ല് കാർബണാണ്, മനുഷ്യൻ തിന്നുന്ന ചോറ് കാർബണാണ്, മനുഷ്യൻ തിന്നുന്ന ഗോതമ്പ് പുട്ട് കാർബണാണ്, ഡയമണ്ട് കാർബണാണ്, ഓയില് ഹൈഡ്രോ കാർബണാണ്, സകലതും കാർബണാണ്. എനർജി ശേഖരിച്ചു വെക്കാൻ ബാറ്ററിയുടെ നടുക്ക് വയ്ക്കുന്ന ദണ്ണ് കാർബൺ ദണ്ണാണ്. ഒരു വസ്തു നമുക്ക് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ, മണ്ണിൽ കിടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏത് നൂറ്റാണ്ടിലുണ്ടായിരുന്നതാണെന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കാർബൺ ഡേറ്റിംഗ് ആണ്. സകലതും കാർബൺ ബേസ്ഡ് ആണ്. ഇപ്പൊ എന്റെ അടുക്കൽ ചോദിച്ച ഒറീസയിൽ നിന്ന് വന്ന ശാസ്ത്രജ്ഞൻ എന്റെ അടുക്കൽ ചോദിച്ചത് എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കി മനുഷ്യരെ മുഴുവൻ തീറ്റിപ്പോറ്റുക. ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് ആണ്. ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കാർബണയാണ്, NPK അല്ല. എത്ര നൈട്രജൻ ഉണ്ടാക്കി, എത്ര ഫോസ്ഫറസ് ഉണ്ടാക്കി, എത്ര പൊട്ടാഷ് ഉണ്ടാക്കി എന്ന് നോക്കിയിട്ടല്ല. ചെടികളെ പോഷിപ്പിച്ച് ഭക്ഷണം ഉണ്ടാക്കലല്ല, കാർബൺ സൈക്ലിംഗ് കറക്റ്റാക്കി ഭക്ഷണം ഉണ്ടാക്കുന്ന മെത്തേഡാണ് ജൈവകർഷക സമിതി എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഒരൊറ്റ കാര്യം മാത്രമേ നോക്കുള്ളൂ, മണ്ണിലേക്ക് കാർബൺ ചേർക്കുക. ഞങ്ങൾക്കറിയാം കാർബൺ മണ്ണിലേക്ക് ചേർന്നാൽ എനർജി മണ്ണിലേക്ക് വരും. ഒരു എനർജി മണ്ണിലെത്തിക്കഴിഞ്ഞാൽ അത് എനർജി ആയതുകൊണ്ട് അതിനവിടെ ഇരിക്കാനാവില്ല, അതൊരു മറ്റൊന്നിലേക്ക് കയറിയേ പറ്റൂ. അപ്പൊ വളക്കൂറുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കിളുത്തു കഴിഞ്ഞാലും മണ്ണിൽ എനർജി ഉണ്ടെങ്കിൽ അതിന് വെളിയിലേക്ക് വരാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്തെങ്കിലും ഒരു കായാണ്, മാങ്ങയാണ്, തേങ്ങയാണ്, പഴങ്ങളാണ്, പച്ചക്കറികളാണ്, എന്തെങ്കിലും ഒന്നായിട്ട് വരൂ. കാരണം നമ്മളെന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുക? ഊർജത്തിന് വേണ്ടിയിട്ടാണ്. ചോറിനകത്തിരിക്കുന്ന ഊർജം നമുക്ക് വേണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണത്തിൽ എത്തിയിരിക്കുന്ന ഊർജം നമുക്ക്
വേണം. ഈ ഭക്ഷണം ശേഖരിച്ചു വെച്ചിരിക്കുന്നു. ചോറിനകത്ത് നമ്മൾ കൃഷിക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഇതാണ്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പാത്രത്തിലെ ചോറ് എന്താണ് എന്ന് ചോദിക്കും. എന്താണ് അത്? ഒരു പറ്റം സൂര്യകിരണങ്ങളാണ്. എന്നോ എപ്പോഴോ ഏതോ ചെടി പിടിച്ചെടുത്ത സൂര്യകിരണങ്ങളാണ് ചോറിന്റെ രൂപത്തിൽ നമ്മളുടെ പാത്രത്തിലിരിക്കുന്നത്. പുനരാവിഷ്കരിക്കപ്പെട്ട സൗരോർജ്ജം. ഒരു ചെടി സൗരോർജ്ജത്തെ പിടിച്ചെടുത്ത് മണ്ണിൽ ചേർക്കും, കാർബണിൽ ശേഖരിച്ചു വെക്കും. വേറൊരു ചെടി അതിനെ പുനരാവിഷ്കരിച്ച് ഭക്ഷണമാക്കി തരും. നമ്മളത് കഴിക്കും, വെളിയിലേക്ക് കളയും. പിടി കിട്ടിയോ? അതിന്റെ കാർബൺ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാർബൺ ബേസ് ചെയ്ത് പോയാൽ മാത്രം മതി നമ്മുടെ ഭക്ഷണം മുട്ടുണ്ടാവില്ല, കുടിവെള്ളം മുട്ടുണ്ടാവില്ല, ആഗോളതാപനം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാർബൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജൈവ കൃഷിയാണ്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഭക്ഷണം ഉത്പാദിപ്പിക്കൽ മാത്രമല്ല ജൈവ കൃഷി എന്ന്. ജൈവ കൃഷിയിലൂടെ ഭക്ഷണത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും, കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും, ഓക്സിജന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും, ആഗോളതാപനത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. സകലത്തിന്റെയും പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു മെത്തഡോളജി തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കാർബൺ ബേസ്ഡ് ആണ്. ഒരു കൂന കരിയിലുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങാക്കി മാറ്റാൻ പ്രകൃതിക്കറിയാം. ഒരു കൂന ചപ്പിയവറുണ്ടെങ്കിൽ തക്കാളിപ്പഴങ്ങളാക്കി മാറ്റാനായിട്ട് പ്രകൃതിക്കറിയാം. മാങ്ങ ഉണ്ടാക്കാനുള്ള ടെക്നോളജി മാവിനറിയാം, തേങ്ങ ഉണ്ടാക്കാനുള്ള ടെക്നോളജി തെങ്ങിനും അറിയാം. നാം ഒരു ബയോടെക്നോളജിയും ഇവയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. പക്ഷേ മണ്ണിലുണ്ടെങ്കിലേ മരത്തിലുണ്ടാവും. മണ്ണിൽ എന്തുണ്ടെങ്കിലാണ് മരത്തിലുണ്ടാവുക? മണ്ണിൽ ഊർജമുണ്ടെങ്കിലേ മരത്തിൽ ഉണ്ടാവൂ. നമ്മൾ ഒരൊറ്റ ജോലി ചെയ്താൽ മതി, മണ്ണിലേക്ക് ഊർജം ശേഖരിക്കുക, കാർബൺ ശേഖരിച്ച് ഊർജം മണ്ണിലേക്ക് ചേർക്കുക. അതുകൊണ്ടാണ് നമ്മളുടെ ഒരു ജൈവ കർഷക സംഗമത്തിന് ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു, മുദ്രാവാക്യം വിളിച്ചിരുന്നു. എന്താണെന്നറിയാമോ? സ്റ്റോർ ദി ഫുഡ് ഇൻ ദി സോയിൽ, നോട്ട് ഇൻ ഗോഡൌൺ. ഭക്ഷണം ശേഖരിച്ചു വെക്കേണ്ടത് മണ്ണിലാണ്. അതാതിടങ്ങളിലെ മണ്ണിൽ ശേഖരിച്ചു വെക്കണം. എനർജിയുടെ രൂപത്തിൽ, കാർബണിന്റെ രൂപത്തിൽ ശേഖരിച്ചു വെക്കണം. ആ മണ്ണിൽ നിന്നും വേണ്ടപ്പോൾ വേണ്ടത്ര എടുക്കുന്ന കലയാണ് കൃഷി, കലയാവണം കൃഷി. മണ്ണിൽ നിന്നും വേണ്ടപ്പോൾ വേണ്ടത്ര മാത്രമേ എടുക്കാവൂ. അന്നം അതിപ്രധാനമാണ്, ബ്രഹ്മമാകുന്നു. ആവശ്യത്തിൽ കൂടുതൽ മണ്ണിൽ നിന്നും എടുക്കരുത്. എടുത്തത് അനാവശ്യമായി തൂയിക്കളയുകയും ചെയ്യരുത്. സകല കൃഷികളും പഠിപ്പിക്കുന്നത് പരമാവധി ഉത്പാദിപ്പിക്കാനാണ് മണ്ണിൽ നിന്നും. ജൈവ കൃഷി പറയുന്നത് ആവശ്യത്തിൽ കൂടുതൽ മണ്ണിൽ നിന്നും എടുക്കരുത് എന്നാണ്. മണ്ണിൽ ശേഖരിക്കുക, മണ്ണിൽ നിന്നും ആവശ്യത്തിൽ കൂടുതൽ എടുക്കരുത്. വേണ്ടപ്പോൾ വേണ്ടത്ര അളവിന് മാത്രമേ എടുക്കാവൂ. അതാണ് കൃഷി കല. അപ്പോഴേ കൃഷി കലയാവും. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഊന്നി വേണം. കാർബണിന്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? ഒരു കരികില പോലും കത്തരുത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇരിക്കാൻ വയ്യ, ഭയങ്കര ചൂട്. എന്താ കാര്യം? ഇതിനകത്ത് ഇരിക്കാൻ വയ്യ, ഭയങ്കര ചൂട്. ഈ കെട്ടിടത്തിന്റെ മേളിൽ വീഴുന്ന സൂര്യപ്രകാശം ആരെങ്കിലും പിടിച്ചെടുക്കണുണ്ടോ? നമ്മളൊരു മരത്തിന്റെ തണലിലാണ് ഇരിക്കണമെങ്കിലോ ഇത്രയും ചൂട് വരുമോ? എവിടെ പോകും ആ ചൂടൊക്കെ? മരങ്ങൾ പിടിച്ചെടുക്കുമായിരുന്നു, ഇല്ലേ? മരങ്ങൾ പിടിച്ചെടുക്കുമായിരുന്നു. ഇത് പിടിച്ചെടുക്കണുണ്ടോ? പിടിച്ചെടുക്കില്ല. ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ, ഇന്നലെയൊക്കെ കളഞ്ഞത്, ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ ഇതിന്റെ മുകളിൽ വീണ സൗരോർജം ആരെങ്കിലും പിടിച്ചെടുത്തോ? പാഴല്ലേ? ഇനി എന്നെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും തലമുറക്ക് ഈ വീണ് പാഴായിട്ട് പിടിച്ചെടുക്കാൻ പറ്റുമോ? പാഴാക്കാൻ പറ്റുമോ? ഒരു തലമുറക്കും പിടിക്കുക. ഇന്നത് പാഴാണ്, ഉടനടി സൗരോർജം ടാപ്പ് ചെയ്യും. പാഴാക്കരുത്. തുറന്ന മണ്ണിൽ വീഴരുത്, താറിട്ട റോഡിൽ വീഴരുത്, കെട്ടിടത്തിന്റെ മുകളിൽ വീഴരുത്. ഏതെങ്കിലും ഒരു പച്ചിലയിൽ മാത്രമേ സൂര്യപ്രകാശം പതിക്കാൻ പാടുള്ളൂ. ആ ഒരൊറ്റ കാര്യം എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ ഇലക്ട്രിസിറ്റിയുടെ സ്വിച്ച് ഓഫ് ചെയ്യണതല്ല എനർജി കൺസർവേഷൻ. സോളാർ എനർജി സസ്യജാലങ്ങളെ ഉപയോഗിച്ച് ഒരു റേ പോലും പാഴാക്കാതെ ശേഖരിച്ചെടുക്കുക. ശേഖരിച്ചെടുത്തതിനെ തീയിടാതിരിക്കുക. നിങ്ങളാരും ഒരു കൃഷിയും ചെയ്യണ്ട, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങളാരും ഒരു കൃഷിയും ചെയ്യണ്ട. രണ്ടേ രണ്ട് കാര്യങ്ങൾ.
സോളാർ എനർജി പാഴാക്കാതെ പിടിച്ചെടുക്കുക, പച്ചല കൊണ്ട് പിടിച്ചെടുക്കുക, പിടിച്ചെടുത്ത പച്ചല ഉണങ്ങിക്കഴിഞ്ഞാൽ തീയിടാതിരിക്കുക, എവിടെയെങ്കിലും പറമ്പി വലിച്ചെറിയുക, അവിടെ കിടന്ന് അത് പൊടിഞ്ഞു ചേരും. ഇല്ലേ? വലിച്ചെറിയുന്നത് എന്തും കിളുക്കും, വളരും, വലുതാകും, കായ്ക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയം ആർക്കും വേണ്ട. പടുമുള കളച്ച് തന്നെ പാവല് കായ്ച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലും വീട്ടിൽ? കായ്ച്ചിട്ടില്ലേ? ആരെങ്കിലും നട്ടതാണോ? നട്ടതല്ല. എന്തേ അത് കായ്ക്കാൻ കാര്യം? ആ മണ്ണിൽ അതുപോലെ എനർജി ശേഖരിക്കപ്പെട്ടതുകൊണ്ടാണ്. എനർജി എഫിഷ്യന്റ് ആയിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. ഇത് ലോകമാസകലം നിയമം കൊണ്ട് പ്രാബല്യത്തിൽ വരുത്തേണ്ട സാധനമാണ്. തീയിടാതിരിക്കുന്നത്, എനർജി പാഴാക്കരുത്, എന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. മനുഷ്യജീവി എന്ന കണക്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുകയും 3 നേരം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ജീവി എന്നതിന്റെ തോതിൽ ഈ സൗരോർജ്ജം പിടിച്ചെടുക്കേണ്ടത് ഒരു ജീവിയുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. ഒരു കാക്ക മറ്റൊരു ജീവി കാറ്റ് ചെയ്യുന്നതിനേക്കാളും എഫിഷ്യന്റ്. വേണ്ടിടത്ത് വിത്തിടാൻ ഒരു ജീവി ആണ് മനുഷ്യൻ. കാക്ക ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല. പക്ഷെ കാറ്റ് കൊണ്ടുപോയി വിത്ത് വിതരണം നടത്തുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാനാവില്ല. അനുയോജ്യമായ സ്ഥലത്ത് പ്രകൃതി ആശിക്കുന്നിടത്ത് വിത്തിടാൻ ഒരു ജീവിയെ സൃഷ്ടിച്ചു. ആ ജീവിയാണ് മനുഷ്യൻ. അവൻ വേണ്ടിടത്ത് വിത്തിടുന്നുണ്ടോ? വേണ്ടിടത്ത് വിത്തിടുന്നുണ്ടോ? പ്രകൃതിയും മറ്റുള്ള സസ്യജാലങ്ങളും കൂടി കൊണ്ടയിട്ട വിത്ത് വളർന്നു വന്നതിന് എന്ത് ചെയ്യുന്നു? വളരാൻ വിടുന്നുണ്ടോ? അതും നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഒറ്റ കാര്യം, വിത്തെറിയ, സൗരോർജ്ജം പിടിച്ചെടുക്കുക. ഒരിക്കൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് മണ്ണിലെത്തിക്കൊള്ളൂ. നിങ്ങളാരും ഒന്നും ചെയ്യണ്ട. ഒരു വിത്തിട്ട് കൊടുത്താൽ മതി, അത് പിടിച്ചെടുത്ത് മണ്ണിലേക്ക് വരും. ഇപ്പൊ 3 തീർന്നു. pH തീർന്നു, കാൽസ്യം തീർന്നു, കാർബൺ തീർന്നു. അടുത്ത ഏത് വേണം? ഏതാണ്? മണ്ണിലെ പ്രോട്ടീൻ അവസാനം നമുക്ക് എടുക്കാം. യൂറിയ. ചെടികളുടെ വളർച്ചയ്ക്ക് യൂറിയ വേണം. അത് കെമിക്കൽ യൂറിയ അല്ല, രാസ യൂറിയ അല്ല, ജൈവ യൂറിയ വേണം. ചാണകത്തിന് ഒരു പശു ചാണകമിട്ട് മൂത്രമൊഴിക്കും. ചാണകത്തിനേക്കാളും പ്രധാനം മൂത്രത്തിനാണ്. മൂത്രത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? യൂറിൻ. എന്താ കാര്യം? യൂറിയ അതിനകത്തുള്ളത് കൊണ്ടാണ് യൂറിൻ എന്ന് പേരിടാൻ കാരണം. യൂറിൻ കളയരുത്. പശുവിനെ സംബന്ധിച്ചിടത്തോളം ചാണകത്തിനേക്കാളും പ്രാധാന്യം യൂറിനാണ്. മൂത്രം ശേഖരിക്കണം, ഒരു തുള്ളി പോലും കളയാതെ ശേഖരിച്ച് 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം ഒഴിച്ച് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തും. ഏത് ചെടിയും ഫാസ്റ്റായിട്ട് വളരാൻ യൂറിയ ചേർത്ത് കൊടുക്കണം. പശുവിന്റെ മൂത്രം മാത്രം മതിയോ? നോക്കല്ലരുടെ സകല ജീവജാലങ്ങളെ, ആടിന്റെയും എരുമയുടെയും സകലരുടെയും മൂത്രം കളയരുത്. മനുഷ്യമൂത്രവും കളയരുത്. കുക്കുംബർ വളർത്താനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കുക്കുംബർ ഏറ്റവും നന്നായിട്ടുണ്ടാകുന്നത് ഏത് യൂറിനാണെന്നറിയാം? മനുഷ്യൻ ഇനി മേലാൽ മൂത്രം ഒഴിക്കുന്ന ബക്കറ്റിൽ മാത്രം. മനുഷ്യൻ ഒഴിക്കുന്ന മൂത്രത്തിൽ 10 ഇരട്ടി വെള്ളം ചേർത്തുകൊണ്ട് കുക്കുംബറിന് ഒഴിക്കുക. ഓരോ ഇലയുടെ അറ്റത്തുനിന്നും കുക്കുംബർ കായ്ക്കും. മനസ്സിലായില്ലേ? അത് നല്ല വളമിട്ട് കൊടുക്കണം. അത് കഴിച്ചിട്ട് ഇതിട്ട് കൊടുക്കുക. അപ്പൊ മൂത്രം, യൂറിയ കളയരുത്. ചാണകം ഡീകമ്പോസിംഗ് ഏജന്റ് ആണ്. നമ്മൾ ആദ്യം പഠിപ്പിച്ചിരുന്നു ചാണകം വളമായിട്ട് ഉപയോഗിക്കരുത്. ചാണകം അല്ലെങ്കിൽ ജീവികളുടെ ഉച്ഛിഷ്ടം, ഓർഗാനിക് മാറ്റർ, ചപ്പുചവറുകൾ പൊടിയാനുള്ള ഒരു ഡീഗ്രേഡിംഗ് ഏജന്റ് ആണ്. ചപ്പുചവറുകൾ മണ്ണിലേക്ക് ഇടുക, അതിന്റെ മേൽ ചാണകം, പച്ചച്ചാണകം, ഉണക്കച്ചാണകമല്ല. ഉണക്കച്ചാണകത്തിൽ ബാക്ടീരിയ ഉണ്ടാവില്ല. പച്ചച്ചാണകത്തിലാണ് ബാക്ടീരിയ ഉള്ളത്. കലക്കി ഒഴിച്ചു കൊടുക്കുക. കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ജീവികൾ, ചപ്പുചവറുകൾ വേഗത്തിൽ പൊടിയാനുള്ള ഒരു ഡീഗ്രേഡിംഗ് ഏജന്റ്. ഇനി ഒന്നുമില്ല, കോഴിക്കാഷ്ടം 1-ാം തരം വളമാണ്, ഉപയോഗിക്കാം. കോഴി മൂത്രമൊഴിക്കില്ല, പശു മൂത്രമൊഴിക്കും. കോഴി മൂത്രമൊഴിക്കില്ല. കോഴി എന്നല്ല, ഒരു പക്ഷിയും മൂത്രമൊഴിക്കില്ല. പക്ഷെ കോഴി കാഷ്ടിക്കുമ്പോൾ ആ കാഷ്ടത്തിൽ ഒരു വെളുത്ത ഭാഗം കാണാം. കണ്ടിട്ടുണ്ടോ? അതെങ്കിലും കണ്ടിട്ടുണ്ടോ? കോഴിയുടെ കാഷ്ടമെങ്കിലും, നമ്മുടെ കോഴിയുടെ കാഷ്ടത്തിൽ ഒരു വെളുത്ത ഭാഗം കാണും. ആ വെളുത്ത ഭാഗം കോൺസെൻട്രേറ്റഡ് യൂറിയയാണ്. ചാണകവും മൂത്രത്തിന്റെ യൂറിയയും കൂടി ഒരുമിച്ചാണ് പക്ഷികൾക്ക് വരിക. അതിട്ട് കഴിഞ്ഞാൽ ചാണകവും മൂത്രവും കൂടി ഒരുമിച്ചായി. കോഴിക്കാഷ്ടം നല്ല വളമാണ്. പറ്റുമെങ്കിൽ 50 കോഴി എല്ലാവരും അവരവരുടെ വളത്തിൽ തന്നെ വളർത്തുക. വളർത്തിയെടുത്തിട്ട് ആ കോഴിക്കാഷ്ടം റീസൈക്കിൾ ചെയ്ത്